നിങ്ങളെല്ലാവരും കേട്ട് കാണുന്ന ഒരു വിഷയമാണ് നന്ദഗോപൻ ഭജൻസിന്റെ ആ ഒരു നമ്മളെല്ലാവരും കേട്ടതാണ് ആ വിവാദം. നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭജന ഗ്രൂപ്പാണ് നന്ദഗോപൻ ഭജൻസ്. എന്തായാലും അവർ ഒരു ഉത്സവത്തിന്റെ ഒരു ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഒരു അമ്പലത്തിന്റെ വെളിയിൽ ഒരു പരിപാടി നടത്തുകയുണ്ടായി. പരിപാടി നടത്തുമ്പോൾ തന്നെ അവർ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എന്താണ് അവർ പറഞ്ഞതെന്നൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ടിട്ടില്ലാത്തവർക്ക്. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് ഇവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? സഹായങ്ങൾ ആ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള, ഈ പരിപാടി കാണാൻ വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തതും അങ്ങനെ അവരുടെ മതസൗഹാർദ്ദതയും എല്ലാം കണക്കിലിരുത്തിയാണ് നന്ദഗോപൻ ഭജൻസിലെ ഈ പാട്ട് പാടുകയുണ്ടായത്. പക്ഷേ ഈ പരദേവന ഹോ നമുക്ക് എന്ന് പറയുന്ന ഈ പാട്ട് ആദ്യമായി കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് ക്രിസ്തീയ മതത്തിൻ്റെ പാട്ടാണെന്ന് അതൊരിക്കലും തോന്നൂല പെട്ടെന്നൊന്നും. പിന്നെ ഞാനിത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയുണ്ടായി. ഒരു ദിവസം ഈ പാട്ട് എനിക്കൊന്ന് കേൾക്കണമെന്ന് വിചാരിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് യേശുദാസിൻ്റെ ഒരു പാട്ട് കിടന്നു. അങ്ങനെയാണ് ഇത് ഇതാണെന്നും ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പല നമ്മുടെ കാവടി വീഡിയോസിലായാലും പല ഇപ്പം അങ്ങനെയുള്ള പരിപാടികൾക്കും ഈ പാട്ടിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റീൽസിലായാലും പലതിലായാലും ഈ പാട്ട് പാടിയതിൽ അമ്പലക്കാർക്ക് കുഴപ്പമില്ല, പള്ളിക്കാർക്കും കുഴപ്പമില്ല, അവിടെ കാണാൻ വന്നവർക്കും കുഴപ്പമില്ല, പാടിയവർക്കും കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. ഇത് വേറെ ആർക്കും അവിടെ കുഴപ്പമില്ല ആരൊക്കെയാണ് ഈ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിഷം ചീണ്ടുന്ന കുറേ വിഷം തീണ്ടികൾ. അവർക്കാണ് ഇതെല്ലാം പ്രശ്നം. വിശകല പറയുകയാണ്, അത് അവർ വേറെ എവിടെയോ പാടിക്കോട്ടെ, കാസറ്റ് ഇറക്കിക്കോട്ടെ, നമ്മൾ കേൾക്കാം. പക്ഷേ അമ്പലങ്ങളിൽ പാടാൻ പാടില്ല. അത് അവരുടേതായ അമ്പലങ്ങളിൽ പാടിക്കോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ അമ്പലങ്ങളിൽ പാടാൻ പാടില്ല. ഇതേ കണക്കുള്ള വിഷം തുപ്പുന്ന സാധനങ്ങളാണ് നമുക്ക് ആദ്യം തുടച്ചു കളയാനുള്ളത്. 90.99% അണുക്കൾ ചത്താൽ ഒരു കീടാണു ഉണ്ടെന്ന് പറയുന്ന കണക്കാണ് ഒരു കീടാണുമാണ് ഇവർ. വിശകല ടീച്ചർ എന്ന് പറയാനൊക്കത്തില്ല. വർഗീയവാദം പരത്തുന്ന ടീച്ചർ എന്ന് പറയാനൊക്കെ വർഗീയവാദം പരത്തുന്നവരെ. വർഗീയതയുടെ അങ്ങറ്റമാണ് ഇവരെയൊക്കെയാണ് പിടിച്ച് ജയിലിലിടാനുള്ളത്. നാട് നന്നാവും. വർഗീയവാദം ഇതേ കണക്ക് തുപ്പുന്ന ഈ ശശികല ഒന്ന് ആലോചിക്കണം. നമ്മുടെ ശബരിമലയിൽ വാവരുണ്ട്. നാളെ വേണേ ശശികല പറയും വാവരെ എടുത്ത് മാറ്റിയിട്ട് അവിടെ വേറൊരു മതസ്ഥാനീയനെ കൊണ്ട് നിർത്തണമെന്ന് പറയും, നമ്മുടേതായ മതത്തിൽ. അങ്ങനെ പറയും ഈ ശശികല. അത് മാത്രമല്ല ശശികല, നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. നമ്മുടെ അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് ഹരിവരാസനം പാടിയത് യേശുദാസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കണം. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ പാട്ട് അവിടെ ഇടുന്നില്ല എന്നുണ്ടോ? വിശകലേ.